Amen.
യൂയം നന്യസുരാസുരാർജയധവോ ജാനാസി കിന്ന പ്രഭോ മായാവീ സഹരിർഭവദ്വദഗേ ഭാവീസുര പ്രാർത്ഥന ഇത്യാകർണ്യയദോ നദോ നഗസൗ ശൗരേശ സൂര്യോനകൻ പ്രാപ്തേ സപ്തമഗർഭദാമഹിപദൗ ത്വത്പ്രേരണാൻ മായയാ നീതേ മാധവരോഹിണീം ത്വമവിഭോ സഖ്യേ സുഖൈകാത്മകാ ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനാസുരൈ സത്വം കൃഷ്ണ വിദൂയ ലോകപടലിം ഭക്തിം വരാദേഹി മേ സത്വം കൃഷ്ണ വിദൂയ നാരായണ 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 നാരായണ
യാശ്രിതഗാത്രവല്യ സ്തോത്രൈരവിശദഗുണകരുണാലയസ്വം പ്രാചീനജന്മയുഗലം പ്രതിബോധ്യതാഭ്യ മാതൃഗിരാധരിതമാനുഷബാലകേശം നന്ദനൂജയാത്തെ വ്യത്യാസമാലചൈതം സഹിശൂരസൂനോ സംഹസ്തയോരകൃതചിത്തവിതാര്യമാര്യേ അംബോരുഹസ്തകലകം സവിശോലനമ്യം രാധാ തഥാ പശുഭസത്മനിയോഗനിദ്ര നിദ്രാവിമുദ്രിതമതാകൃതപൗരലോകം ത്വത്പ്രേരണാകിമിവ ചിത്രമചേതനൈര്യവാരിനാഥ സ്വയം പ്രദർശിതപദോ മണിദീപിതേന ത്വം ധാരയൻ സകലു സന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശയ ലോകവേഗാദിലോ ജലൗകൈവ തക്ഷണ പ്രമദമേയതാമായയോ പ്രസുപ്തപശുപാലികാ നിവൃതമാരുലർബാലിക അഭാവൃതകവാലിക പശുവവാലിക മാവിശൻ ഭഗവന്നമയമയം പ്രസവതർപ്പണേ തത്പദ ഭഗവന്തപരകന്യകാം ഗുരുനാഥോയകലാ തദസ്വദനുചാരവട്ടവിധനിഗ്രഹേകദ്രവ സ്വലോത്തരനിലേഖിത പ്രസവവാർത്തയൈ മാർത്തിമാൻ വിമുക്തചിഗുരോക്കലേഷു മേ കോമളരൂപഭാസ വിദഗ്ധരാ സങ്കുലികാത്മന്യ വൃക്ഷേഷു വൃക്ഷേഷു ഭവന്നിരീക്ഷ സമാഗതാ പ്രത്യഹമത്യനന്ദൻ അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്വയംകൃതാ മാം പ്രതിവത്സകേന ഏകേന മാമിത്യുപസാര്യവാണി ത്വയീശകേന വതൂപി ഭവത്പദസ്പർശന കൗതുകേന കരാതരംഗോ ഭവധൂജനേന നീതസ്തമാതാമൃസരോജമാന വ്യാനം വിലോലം വധുലാമലാസീ വിമന്ത്രിജന്നാധിവധൂമഹീസുര മഹാനസസ്വാം സഹിതേ നിധായസ മഹാനസാതൗ വൃതേ വ്രതേശ്വരീ തദോ ഭവത്രാണനിയുക്തകാലക പ്രവീതി സംഗ്രന്ഥന സങ്കുലാലകേ ഇമേ ശ്രമസ്യാമി ഭവത് സമീപത പരിസ്ഫുടത്താരുതരക്ഷരാരവ തതസ്തദാ കർണന സംഭ്രമസ്സന പ്രകമ്പിരക്ഷോജവരാ പ്രജാംഗന ഭവന്തമന്തദ്ദൃശു സമന്തതോ വിനിഷ്പിഴദ്ദാരുണദാരുമധ്യകം ശിശോരോ കിംകുമഭൂതിദ്രുതം പ്രധാജനന്ദ പശുപാശഭൂസുര ഭവന്തമാലോകേ ചോദയാധൃതം സമാസസന്നസുതരാഗ്രലോചന സനോനുകൗതസ്തദയേഷ വിസ്മയോ വിശങ്കടം മെച്ചകടം വിപാടിതം ന കാരണം കിഞ്ചിതി ഹേതിതേ സ്ഥിത സ്വനാദിഗാതസ്തരഗാസ്തദീക്ഷക കുമാരകസ്സവയോദരാബ്ദിന പ്രരോദനേ ലോലപദാംബുജാഹതം മയാ മയാ ദൃഷ്ടമനോ വിപര്യക വിദീശതേ ബാലകബാലകാഗ്യഗോ ഭവാവിതുരൈരിരീരിതം മനാഗിവാശങ്യത ദൃഷ്ടബോധനേ പ്രവാലകാമ്രംഗിവിദം പദം ഛദം സരോജരമ്യം ന കരോ വിരോചിതോ ഇതി പ്രസക്തൽ കരുണാതരംഗിത തുരംഗമാതൃശ്രുതരംഗനാജന അയേ സുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാ പരിപാദമധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ തദംഗകം മുഹുർമുഹുശ്ലിഷ്യതി ജാതകണ്ഡക മനോ നീലകദുഹന്തുമാകര സുരാരിദേവം ഭവതാ വികിംസിത യജോ വിനോ ദുഷ്ടമമുഷ്യതർക്കഃ സശുദ്ധേ കൈലീലവാദ്രുവം പ്രതുനികം കൂട്ടുകാരോടൊത്തു കാട്ടിലൊളിച്ചു കളിക്കാൻ വാ കാട്ടിലൊളിച്ചു കളിക്കാൻ വാ ഓടി 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 കളിയാടി വാ കണ്ണാ ആടി പാടി ആടി നടനമാടി വാ കണ്ണാ കാട്ടിൽ പോയി കളിക്കാമെന്ന് കണ്ണൻ പറഞ്ഞില്ലേ ചന്തിയാറ്റ് കുളിക്കാമെന്ന് അന്നു പറഞ്ഞില്ലേ എന്നിട്ടുമെന്തേ കാണാനു നീ മറ്റങ്ങ പോയെന്നോ രാഘവന്നു വിളിച്ചപ്പോൾ ഞങ്ങളെ നീ മറന്നിരുന്നോ ഉണ്ണിക്കണ്ണാ ഊഞ്ഞാലിലാടി കളിക്കാൻ വാ കാട്ടുനിതം കൂട്ടുകാരോടൊത്തു കാട്ടിലൊളിച്ചു കളിക്കാൻ വാ കാട്ടിലൊളിച്ചു കളിക്കാൻ വാ ഓടി 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 കളിയാടി വാ കണ്ണാ ആടി
വാണല്ലോ കണ്ണാലിനെ തേടി തേടി ഞങ്ങൾ വളഞ്ഞല്ലോ ഉണ്ണിക്കണ്ണാവാ ഊഞ്ഞാലിലാടി കളിക്കാൻ വാ ആദ്യ നൃത്തം കൂട്ടുകാരോടൊത്തു കാട്ടിലൊളിച്ചു കളിക്കാൻ കാട്ടിലൊളിച്ചു കളിക്കാൻ വാ ഓടിക്കളി കുഴലിൽ കാണോളം ഓടിവാ കണ്ണ ഒരു നിമിഷം കാതോർത്തു ഞങ്ങൾ വേഗം വാ കണ്ണ ഉണ്ണിക്കണ്ണ ഊഞ്ഞാലിലാടി കളിക്കാൻ വാ കാത്തു നിൽക്കും കൂട്ടുകാരോടൊത്തു കാട്ടിലൊളിച്ചു കളിക്കാൻ വാ കാട്ടിലൊളിച്ചു കളിക്കാൻ വാ ഓടി 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 കളിയാടി വാ കണ്ണ ഓടി ഓടി കളിയാടി വാ കണ്ണ ആടി പാടി ആടി നടനമാടി വാ കണ്ണ നാഗലീല ലോല ഗോകുല ബാല വാ കണ്ണ രാഗം താളം പല്ലവി പാടി ഓടി വാ കണ്ണ ആടി വാ കണ്ണ ആടി വാ കണ്ണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ അമ്മക്കൂരമ്മയുടെ പാടാൻ പോണം കണ്ടോ അമ്മക്കൂരമ്മേ എന്നെ കണ്ണനെത്തി കണ്ടോ നിങ്ങളുടെ വീട്ടിലെ വെണ്ണ കട്ടുണ്ടില്ലേ വെണ്ണ കണ്ണൻ നിങ്ങളുടെ വീട്ടിലെ വെണ്ണ കട്ടുണ്ടില്ലേ വെണ്ണ കട്ടില്ലെന്ന് അവൻ കള്ളം പറഞ്ഞില്ലേ വെണ്ണ കട്ടില്ലെന്ന് അവൻ കള്ളം പറഞ്ഞില്ലേ കള്ളം പറഞ്ഞിട്ട് അവൻ പൊട്ടിച്ചിരിച്ചില്ലേ കള്ളം പറഞ്ഞിട്ട് അവൻ പൊട്ടിച്ചിരിച്ചില്ലേ ഗോവിന്ദരാമ ഗോവിന്ദരാമ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ ഗോവിന്ദരാമ ഗോവിന്ദരാമ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ ഗോവിന്ദരാമ ഗോവിന്ദരാമ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ ഗോവിന്ദരാമ ഗോവിന്ദരാമ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ അമ്മേ കൂരമ്മേ എന്റെ കണ്ണനെ നീ കണ്ടോ കണ്ണൻ എന്നുടെ വീട്ടിലെ വെണ്ണ കട്ടുണ്ടില്ലേ വെണ്ണ കട്ടില്ലെന്ന് അവൻ കള്ളം പറഞ്ഞില്ലേ വെണ്ണ കട്ടില്ലെന്ന് അവൻ കള്ളം പറഞ്ഞില്ലേ കള്ളം പറഞ്ഞിട്ട് അവൻ പൊട്ടിച്ചിരിച്ചില്ലേ കള്ളം പറഞ്ഞിട്ട് അവൻ പൊട്ടിച്ചിരിച്ചില്ലേ കുമാരനെ മഹാസുരോ നിഗമനകായ വർത്തനി ഭയാനക സമതിശയാനകാകൃതി മഹാചല പ്രതിമദനോഹാനിക പ്രസാരിത പ്രതിതമുഖസ്യ കാനനെ മുഖോദരം വികരണ കൗതുകാദ്യത കുമാരകാവിമവിദൂരവേ ത്വയി പ്രമാദര പ്രവിശചിതനോദരം കദർത്തനോ പശുപകുലേ സവാത്സകേ വിധന്വിതം ത്വമപി വിവേശിത പ്രഭോ സുഹൃജനം വിശരണമാശുരക്ഷിതം സവിസ്മയേ കമലവാദിവിസുരേ അയദ്വദസ്തനുമടക്കുമാരകേ ദിനേ പുനസ്തരുമദശാമുവേ യുഷി സ്വകേ ഭവാനദഭോജനോത്സവം വിഷാമികാമവിമുരളിന്ദിതം ഭഗേ നിവേശയൻ കടലധരക്കരാംബുജേ പ്രഭാസയൻ കളവചനേ കുമാരവാൻ ഉപോജിതത്രികശനേ മുദായുധ സുഭാഷണം ദിനകപകോപമണ്ഡലേ മകാശന പ്രിയ വിമതേരമണ്ഡലേ
तै समर्प्यते निवेदयत्रं गृहिणी जनाय मां निषेयुगन्नं करुणाकुलायिमा विधिस्मिताग्रं भवते विदागता वेदालकातारजनं ययातिरे धरामि त्वयि सम्भ्रमाकुला चतुर्विधं भोजन सम्प्रगृह्यता चिरं त्वत्प्रविलोभनाग्रह स्वगैर्नियुन्दा अभिदूर्णमाययो विलोलपिञ्जं त्रिपुरे खगोलयो समुल्लसकुण्डलमाग्रमेतिरे निधाय बाहुं सहतं सधीमनि स्थितं भवन्तं समलोकयन्त्रदा तदा जगादिलुदुवागमोदिता गृहीतहस्तादर्येण यजना तदैव सञ्चिन्त्य भवन्तमञ्जसा विवेश कैवल्यमहो कृदीनसौ आदाय भोजाननुगृह्यता पुनः पदङ्कसङ्कल्पभयोगृहं विलोक्य यज्ञाय विसर्जयन्ति मा जगतभक्तिं न पिता स्वगर्भणानि निरूप्यदोषं निजहङ्कनाशने विलोक्य भक्तिं च पुनः विचारिवि प्रभुदत्तविष्टुदो द्विजे मरिपुराधीश नियुङ्क्ति मे गदा जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे कुण्डलं कुञ्जिकेशं विटु विचविटु कुञ्जिकण्णन् वन्दो मामुण्डने कुण्डलं कन्दത്തിൽ പിന്നിടുവാൻ കണ്ടമണികൾക്കു മാറ്റുകൂട്ടാൻ ഉണ്ണിക്കു പല്ലുകൂലച്ചിടുവാൻ കണ്ണകലിഞ്ഞൊന്നു മാമുണ്ണനെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 കൊണ്ടിക്കു കൂതുകൂരഞ്ഞിടുവാൻ അമ്പലം പച്ചപ്പം വാതിടുവാൻ അമ്പിളിയമ്മവൻ വന്നിടുവാൻ ബിംബം കലർന്നപ്പൂ മാമുണ്ണനെ പപ്പടം ഉപ്പേരി ഇഞ്ചി തൈരും അപ്പവും മാങ്ങയും ശർക്കരയും അല്പവും പാത്രത്തിൽ വെച്ചിടാതെ അപ്പുവിനെല്ലാം വിളമ്പി തരാം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കണ്ണാ നിന്നാട്ടപ്പിറന്നാളല്ലേ കണ്ണിലൊതിച്ചു ഞാൻ മാമൻ നൽകാം കണ്ണടലാരം കയ്യിലേക്കാം തിന്നം വന്നൊന്നണേ കണ്ണലുണ്ണി ഭക്തിയോടെന്റെ അടുക്കളയിൽ ശക്തി പോലെല്ലാം വിളമ്പി വെച്ചു ഭക്തപ്രിയനെ വീഴിച്ചു ഞാനും ഉണ്ണിക്കു പ്രാർത്ഥിച്ചു താഴ്മയായി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കുലാജലം അമും ച ചിക്ഷേപിത ദൂരം സമൂർച്ഛിതോ വിമൂർച്ഛിതേന ക്രോധോഷ്ണാദിരുമാകൃതസ്ത്വം ത്വമാകൃതേ ഈശ്വരാഹം ദണ്ഡം യഥാ തസ്യ മുഖേ ദദാനി തദ്വിരുദ്ധശ്വസനോഗതാസു സപ്തീഭവന്നപ്യയമൈക്യമാകം ആലംബമാത്രേണ വശോസുരാണാം യഥാസാരേ നൂതനവാശ്വമേതേ ഹൃദയം ത്വയാ കർഷവശാത് സുരേന്ദ്ര ത്വാം ദുഷ്ടോ കേശവനാമധേയം കംസാരേശം വിസുതത്വമുക്തം തം തദ്വദോക്തം പ്രതിരുധ്യ വാചാം പ്രാപ്തേന കേശിച്യവനാവസാനി ശ്രീനാരദേന ത്വമവിഷ്ടുതോ കഥാതിയോ വൈ സദകാ
वेणिवेदम् आनन्दमोक्षामधुरामृतस्य पदे पदे नूतनयन्न सीमां परात्मरूपिं पवनेशपाय सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः कंसोदनारदगिरा व्रजवासिनं त्वाम् आगम्य दीर्घहृदयः सदुगान्तिनेयम् आहूय कामुकमगच्छलदो भवन्तम् आनेतुमेन महिनोतिनादशालिम् अक्रूरयेष भवतं विपरश्चिराय त्वदर्शनाक्षममनाक्षिरिबालभीत्या तस्यात्मयैव पुनरीक्षुतमुद्यतस्त्वम् आनन्दभारमतिभूरिकरं भवार सोऽयं जतेन सुहृदे भवतो निवासम् यच्छन् मनोरगणां त्वयि धार्यमाणान् आस्वादयन् दूरमायवयेन देवं सम्प्राप्तयन् पदिन किञ्चिदभिव्रजाना जातयो कन्ना प्रेमीयां निन्नेकीयुमो कन्ना जीवन्ते जीवनं कोडक्कावन्ना ീരാത്തല്ലേ കണ്ണ കോവല്ലേ കോവല്ലേ മധുരയ്ക്കു കണ്ണ വൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണ മക്രിയേവ ഇത്യാദേവ പ്രവൃത്തസംഗീതപ്രിയാമൃജനേമ മംഗളമേവ കുഞ്ഞമിടട്ടെ മന്മഥൻ മാരുദേശൻ കൺമണിയാകിയ രുക്മിണിയെ സമ്മോദം വേണി കളിക്കുവാനോ സമ്മോദത്തോടന്നു വാനലേയം വൈദഗ്ധ്യ രുക്മിണി തമ്പുരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവരിക്കുന്നതും ഭാഗ്യമായി പുണ്യം നീയാകിരു 100 ജന്മം പുണ്യപുണ്യത്തിങ്കൽ മാലതത്തി പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമുരവിലുയർന്നിടട്ടെ പ്രേമത്തോടെന്നും വിളിച്ചതാകിൽ ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും പാദം പിടിച്ചു കരയുന്നോരേ പാണി പിടിച്ചവൻ പാലിച്ചിടും ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഗണം തീർത്ഥരുക്മിണിക്ക് ദുഃഖവിനാശകൻ കവർണന്റെ ദുഃഖണ്ഡജായ പദത്തെ നൽകി എത്ര ശിശുബാലരുണ്ടായാലും എത്രയോ രുക്മിമാർ നേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ലോകത്തിൽ ജയിക്കുമാരും എന്ന് പറഞ്ഞു. ഇദ്ദേഹം 25 കൊല്ലമായി എന്ന് പറഞ്ഞു. പക്ഷേ അത് 25 കൊല്ലം കടന്നുപോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ നാട്ടിലത്തെ ആൾക്കാരെ പഠിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടുന്ന് ഒരു ലോകം എനിക്കറിയില്ല, വേറെ ഒരു ലോകം അറിയില്ല. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കാമെന്ന്. അപ്പൊ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നാരായണീയം പഠിച്ചതും എല്ലാം. അദ്ദേഹം പഠിപ്പിച്ചു വിട്ടു. ഞാൻ ബോംബെയിൽ നിന്ന് ഇവിടെ വന്നു. പക്ഷെ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. കാരണം സ്റ്റാർട്ടിങ് ആണ്. പഠിച്ചു കഴിഞ്ഞുകൊടുമ്പോൾ നമ്മൾക്ക് ഒന്നും കിട്ടില്ല. ഒരു അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി വേഗം നടക്കും, ഇല്ലേ? കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഞാനും കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് സംസ്കൃതമാണ് ഇത് പഠിക്കാൻ. വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന്. കുറേ കാലങ്ങൾക്ക് മുമ്പത്തെ കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ആദ്യം തൊട്ടിൽ തന്നെ ശിവൻ്റെ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്.
അതിൻ്റെ ആൾക്കാർ ഇപ്പോഴുണ്ട്. നിർമ്മല, രാധിക, ഇവരൊക്കെ എൻ്റെ കൂടെ. അത് മറക്കാൻ പറ്റില്ല എനിക്ക്, കാരണം എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ പഠിച്ചത് ശരിയാണ്. ആ പഠിച്ചതിനെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ വാക്ക്, ബുക്ക് താഴത്ത് വെക്കരുത് എന്നോട് പറഞ്ഞു. അല്ലാണ്ട് എനിക്ക് വിവരം കേട്ടൊന്നുമല്ല, എനിക്കൊന്നും അറിവുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു നമുക്ക് സാധിക്കും എന്നുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് വെറുതെ ഇരിക്കേണ്ടെന്ന് വെച്ച് തുടങ്ങി. അത് സക്സസ് ആവും. ഇത്രയും ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പം ഈ അഖില നാരായണീയ സമിതി അങ്ങനെ അവരുടെ ഇത് വന്നപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ലോകം എല്ലാം നാരായണീയത്തിലേക്ക് പോവാണ്. ആദ്യം നാരായണീയം ആർക്കും വേണ്ടെങ്കിൽ ഇപ്പം നാരായണീയം വളരെയധികം പ്രശസ്തിയായിട്ട് തന്നെ വരികയാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം അത് നമ്മൾ എല്ലാവരും നിങ്ങൾ വായിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളൂ. ആരും വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മൾക്ക് ആരോഗ്യമാണ് വേണ്ടത്. നമുക്ക് ആരോഗ്യം ആ 3 കിട്ടിയിട്ടില്ലെങ്കിൽ, എന്താ സൗഖ്യം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളുടെ ജീവിതം ഉള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ 3 സംഗതി നമ്മളുടെ അതിൽ ഒന്ന് കുറഞ്ഞാൽ പോയി. കുറേ ആരോഗ്യം ഉണ്ടായി, എനിക്ക് ഒരു 108 വയസ്സിലൊക്കെ ജീവിക്കുക. എന്താ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾക്ക് നീക്കാനും കൂടി വയ്യെങ്കിൽ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടാവും. ആയുസ് വേണം, ആരോഗ്യം വേണം, സൗഖ്യം വേണം, ആവശ്യത്തിന് പണം വേണം. അത് ആരും തരില്ല. നമ്മൾക്ക് വയ്യാണ്ട് കടന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അപ്പം എല്ലാം വേണം. അതിൻ്റെ കൂടെ ഈ നാരായണീയം പഠിച്ചു പോകുമ്പോൾ സാന്ദ്രാനത്തിൽ തുടങ്ങി. സാന്ദ്രാനത്തിൽ നിന്ന് ഒഴുകി വന്നിട്ട് എവിടേക്കാണ് എത്തണത്? അഗ്നേ പശ്ചാമില്. അപ്പം അതെന്താണ് പറയുന്നത് വെച്ചാൽ, മഠതിരിപ്പാട് കണ്ടു ഭഗവാന്റെ ആ രൂപം. അതെങ്ങനത്തെ രൂപമാണ് വേണം? വേണുഗോപാല രൂപത്തിൽ എന്നെ കാണിക്കണം എന്നാണ് പറഞ്ഞത് ഭഗവാനോട്. ആ രൂപത്തിൽ എന്നെ കണ്ടു. ആ കിശോര രൂപം അതാണ് ആ ഭഗവാൻ അവിടെ കാണിച്ചു കൊടുത്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സെന്തായിരുന്നു? ഞാനൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കണം. വെറുതെ ഇത് കുറേ കാണിച്ചു കൂട്ടിയിട്ടും കാര്യമില്ല. നാരായണിയും ഒരു വിളക്ക് കൊളുത്തി തിരിയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അദ്ദേഹം അതേ ചെയ്തിട്ടുള്ളൂ. ശ്രീ ഭട്ടതിരിപ്പാട് ചെയ്തത് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടേയുള്ളൂ. അതിൻ്റെ മുമ്പിൽ നിന്ന് 100 ദിവസേന 10 ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് വന്ന്. അതിലത്ത് വാദം പിടിച്ചിട്ട് നടക്കാനും ഇരിക്കാനും വയ്യാണ്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. നമ്മളാണെങ്കിലോ ഒരു പനി വന്നു അല്ലെങ്കിൽ തലവേദന വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാരായണിയും അയക്കാൻ വയ്യ, അല്ലെങ്കിൽ കാൽവേദന വന്നാൽ അമ്പലത്തിൽ പോകാൻ വയ്യ, അങ്ങനെയാണ് നമ്മൾ പറയുക. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല. എത്ര വാദം വന്നപ്പോഴും ചെയ്തു. അതിന് നമ്മൾക്കൊന്നും പഠിക്കാതെ നമ്മുടെ പുറമെ നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, നല്ല എന്താ പറയുക, നല്ല സാരി കൊടുത്തിട്ടുണ്ട്, എല്ലാം ഉത്തരണ്ടാവും. പുറമെ നിങ്ങൾക്ക് ഒരു അസുഖമില്ല. പക്ഷേ നിങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലതായിട്ട് നല്ല പ്രൊനൗൺസിയേഷൻ കൂടിയിട്ട് കുറേ രീതി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അത് വായിച്ചിട്ട് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നാരായണ നാമം ഈ സാന്ദ്രാനം തൊട്ടിട്ട് അഗ്നിപശ്യാമി വരെ വായിച്ച് പഠിക്കുക എല്ലാവരും. എല്ലാം അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് എല്ലാം വരുന്നത്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ പറയുന്നത്. അപ്പം ഇതിൽ അവിടെ കേരള നാരായണീയത്തിൽ ഒരാള് ഒരു ജാമ്യനാണ് തോന്നുന്നു, ഏതത്ര ഓർമ്മയില്ല. അന്ന് വായിച്ചപ്പോൾ ഞാനത് വെറുതെ വിട്ടതാണ്. അപ്പം അതിനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു തന്നു എല്ലാവർക്കും. പിന്നെ 8ാമത്തെ അധ്യായത്തിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ആയുസ് കിട്ടിയിട്ട് ഇപ്പോൾ ആരോഗ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നാരായണീയം എന്നുള്ള നാരായണനാമം 24 മണിക്കൂറും നമുക്ക് ജപിക്കാൻ കഴിയുമെങ്കിൽ ജപിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് പുണ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും നന്ദി. നാരായണനാമം ജപിക്കുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കും, നമ്മൾ ജപിക്കാറില്ലേ എന്ന്. അപ്പം അതിന് വളരെ വ്യവസ്ഥാപിതമായിട്ട് നാരായണ നാമം ജപിക്കാനുള്ള ഒരു കാര്യപദ്ധതിയാണ് ഈ തുളസി വിത്ത് പൂജ എന്ന് പറയുന്ന ചടങ്ങ്. അപ്പോൾ ഇവിടെ നിന്നും ഇന്നിപ്പോൾ ഈ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് തുളസിയുടെ വിത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു കിറ്റ് ലഭിക്കും. ആ കിറ്റിൽ ഒരു ജപചരടുണ്ടാകും. നമ്മൾ ആ ചരട് കയ്യിൽ കെട്ടി ഗോപീചന്ദനം ഉണ്ടാകും. ആ ഗോപീചന്ദനം കുറിയിട്ടുകൊണ്ട് അതിൽ തുളസിയുടെ വിത്ത് ഉണ്ടാകും. വിത്ത് മുളപ്പിക്കുന്നതിനുള്ള ഒരു പാത്രമുണ്ടാകും. ആ വിത്ത് ഈ പാത്രത്തിലിട്ട് കുറച്ച് ദിവസങ്ങളിൽ 1-2 ദിവസമൊക്കെ ചെറുതായിട്ട് നനച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ മുളപ്പിക്കുക. അതങ്ങനെ മുളച്ചു വരും. പ്രകൃതിയാൽ ഉള്ള ഒരു രീതി അനുസരിച്ച് മുളച്ചു വരും. പക്ഷേ നമ്മുടെ അനുഭവം എന്താണെന്ന് ചോദിച്ച സമയത്ത് പലപ്പോഴും
നാരായണ നാമം ഇതോടൊപ്പം ജപിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ അഷ്ടാക്ഷരി മന്ത്രം നമ്മൾ ജപിക്കുന്നത് എങ്ങനെ ജപിക്കണം? നമ്മൾ സാധാരണ ഛന്ദസ് തൊട്ടൊക്കെയാണ് സാധാരണ ഒരു ജപത്തിന്റെ ഭാഗമായിട്ട് ജപിക്കേണ്ടത്. അങ്ങനെ ജപിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ജപിക്കാം. ഇല്ലെങ്കിലും ഓം നമോ നാരായണായ എന്ന് പറഞ്ഞുകൊണ്ട് ജപിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം എത്ര പ്രാവശ്യം ജപിക്കാൻ സാധിക്കും? അത് നിങ്ങൾക്കൊരു കണക്ക് വേണം. സാധാരണ നമ്മൾ പറയാനല്ലേ ജപസംഖ്യയ്ക്ക് ഏറ്റവും വലിയ പ്രധാനമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന പരിപാടി നാരായണീയ മഹോത്സവ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ സഹസ്രകോടി ജപത്തിന്റെ സമാപന ചടങ്ങ് എന്ന് പറയും. എങ്ങനെ ഈ സഹസ്രകോടി ജപിക്കാൻ സാധിക്കുന്നത്? അത് നിങ്ങൾ ഓരോരുത്തരുമാണ് ജപിക്കേണ്ടത്. അപ്പോൾ ജപിക്കുന്നതിന് ജപസംഖ്യ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജപയന്ത്രം ഈ സമയത്തും അതില് ഓരോ നമ്പറുകൾ അങ്ങനെ വെട്ടിക്കൊണ്ടാണ് നമ്മൾ ജപിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ആ ജപസംഖ്യ ഒന്ന് എഴുതി വെക്കണം. കാരണം ഈ യന്ത്രമായതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ചിലപ്പോൾ അതിന്റെ സംഖ്യ കൃത്യമായിരിക്കും. പിന്നെ വീണ്ടും അതിന് 0 ആക്കാം, 0 ആയിട്ട് ജപിക്കാം. അപ്പോൾ സെപ്റ്റംബർ 22-ാം തീയതി മുതലാണ് അവിടെ. ഇപ്പോൾ ഇതിന് മറ്റുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടി നേരത്തേക്ക് കാര്യങ്ങൾ ഈ കിറ്റ് വിതരണമൊക്കെ നടന്നതുകൊണ്ട് അവിടെയൊക്കെ ജപം ആരംഭിച്ചു. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നാളെ മുതൽ തന്നെ നമ്മൾ ജപം ആരംഭിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ സംഖ്യ ജപിക്കുന്ന തുളസി ഒരു മാതാവാണ്. തുളസിയുടെ മഹാത്മ്യം ഈ വലിയ വിലയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ ആ തുളസിയുടെ വളർച്ച നമ്മുടെ ജപത്തോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ് സത്യം. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഈ നാരായണീയ മഹോത്സവ സമിതി എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള ഈ സംഘടനയാണ്. അത് ആധ്യാത്മിക സംഘടനയാണ്. അതിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, എറണാകുളത്ത്. കഴിഞ്ഞ വർഷം എറണാകുളത്തായിരുന്നു. അവിടെ നിന്നും അതിന്റെ പതാക ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇവിടെ സെപ്റ്റംബർ 22 മുതൽ നമ്മൾ പാലക്കാട് ജില്ലയുടേതായിട്ട് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ജഗാമേനൻ ഇവിടെ വന്നതിന് ശേഷം അവരെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെയധികം ശിഷ്യങ്ങളെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതെന്താണ് ഇങ്ങനെ വളരെ കാണിച്ചാൽ അത് ഭഗവാന്റെ കടാക്ഷം തന്നെയാണ്. മറ്റൊരു കാര്യത്തിന് മെനക്കെട്ടാൽ ഇതേപോലെ ജനങ്ങൾ വളരില്ല, തീർച്ചയായും. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് അവിടെ ഇവിടെ തുടങ്ങിയിട്ട് പോലെ 10 വർഷം കഴിഞ്ഞു. നമ്മുടെ വീട്ടിലേതാണെങ്കിൽ 10 വർഷമാവും. അതിനുശേഷം അമ്പലപ്പാറ കളരിയിലാണ് ഇറങ്ങിയത്. കളരിയിൽ ഇവിടെ എല്ലാ മാസവും നടക്കുന്നുണ്ട്. അത് തുടങ്ങിയ മുതൽക്ക് ഇന്നേ വരെ ആ ഒരു കാര്യം മുടക്കേണ്ടതില്ല. മാസങ്ങളുടെ പ്രാവശ്യം ഇവിടെ എല്ലാ 30 ശനിയാഴ്ചകളുമാണ്. അവിടെ ഇംഗ്ലീഷ് മാസം ആദ്യത്തെ ശനിയാഴ്ചയാണ് ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഈ കാലത്തില് ഈ 2 സ്ഥലത്തും പിന്നെ അവിടെ ഞങ്ങള് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് 101 പേരടങ്ങുന്ന ഒരു ആൾക്കാരുടെ പാരായണീയം ചെയ്യുന്ന ഒരു പരിപാടി ഞങ്ങളുടെ അനുബന്ധിച്ച് നടത്താറുണ്ട്. അതിപ്പോൾ 3 വർഷമായിട്ടും വളരെ വിജയകരമായിട്ട് കഴിഞ്ഞൊരു 120ഓളം പേര് അല്ലാണ്ട് അങ്ങനെ ഓരോ ദിവസം നാരായണീയം അങ്ങനെ പതിവുണ്ട്. അത് മകരമാസത്തിലാണ് പതിവ്. അങ്ങനെ പ്രതിഷ്ഠാദിനാണ്. അതിനോടനുബന്ധിച്ചാണ് നടക്കാറുണ്ട് കളരിയിൽ. നാരായണ 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 നാരായണ.
സുശീലഭുവനം ചിത്യതാമയ്യനാളേ ഒത്തും പോരാസിനാസം അഗ്നിപൂരപ്രോദസൽഗണ്ഡപാളി നിസ്ഫുരകരുണനര ഛായബിംബാന്തരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരധര വക്രമുൽഭാസകാമേ ബാഹുദ്വന്നേന രത്നോജലവലയവൃത ചോണപാണി പ്രഭാളേ നോഭാകാംബേനുനാളിൻ പ്രസന്നകമയൂകാംഗുലി സംഘശാരം ഋത്വാവക്രാരവിന്ദേ സുമധുരവികസദ്രാഗമുൽഭാവ്യമാനേ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം സുശീലഭുവനെ കിഞ്ചമേ കർണവീതിം പുരപദേ പരമാനന്ദ സന്തോഹലക്ഷ്മീ അജ്ഞാത്വാദേ മഹത്വം യതിലധികം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതൽ സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാ ദ്വേഗാഃ നാരായണീയം സുവിഷ്ണുരാ സുഖ്യദാ വന്ദനേന ശ്രീരം ലീലാവതാരേ ഇദമിക ഗുരുവാ ആയുരാരോഗ്യ സൗഖ്യം ദ്വേഗാ നാരായണീയം സുവിഷ്ണുരാ സുഖ്യദാ വന്ദനേന ശ്രീരം ലീലാവതാരേ ഇദമിക ഗുരുവാ ആയുരാരോഗ്യ സൗഖ്യം ദ്വേഗാ നാരായണീയം സുവിഷ്ണുരാ സുഖ്യദാ വന്ദനേന ശ്രീരം ലീലാവതാരേ ഇദമിക ഗുരുവാ ആയുരാരോഗ്യ സൗഖ്യം ശ്രീ ഗുരുവായൂരവാചനം ശ്രീ ഗുരുവായൂരവാചനം ശ്രീ ഗുരുവായൂരവാചനം ശ്രീ ഹരേ നമഃ ശ്രീ ഹരേ നമഃ ശ്രീ ഹരേ നമഃ സപ്തഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സാന്ദ്രാനന്ദാവബോധാന്മമനുവഹിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിവസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃശ്യമാത്രേ പുനരുപുരുഷാത്മകം ബ്രഹ്മതത്വം കഥാകൽപാദിസാര ഗുരുഭവനപുരേ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണാർപ്പണം ഞാൻ തവ കഥനം ഭക്തപാദം രചിച്ച
കൃഷ്ണ ഹരേ ഹരേ. கண்ணன்